പ്രിയ സഹപ്രവർത്തകരെ, നാളെ നമ്മുടെ സ്കൂൾ പാർലമെൻറ്റ് ഇലക്ഷൻ വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചാണ് നടത്താൻ പോകുന്നത്. അതിൽ കൺട്രോൾ യൂണിറ്റ് നമ്മുടെ മൊബൈൽ അല്ലെങ്കിൽ എക്സ്റ്റേണൽ കീബോർഡ്, ബാലറ്റ് യൂണിറ്റ് ലാപ്ടോപ്പ്, ഇങ്ങനെയാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. ഈ വോട്ടിംഗ് പ്രോസസ്സ് തുടങ്ങുന്നത് പ്രിസൈഡിംഗ് ഓഫീസറായ ക്ലാസ് ടീച്ചർ ഈ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്തുകൊണ്ടാണ്. അതിനുവേണ്ടി അപ്ലിക്കേഷൻസ്, ആക്സസറീസ്, സമ്മതി ഈ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ വിൻഡോ തുറന്നു വരും. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നടത്താൻ പോകുന്ന ഇലക്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ സെലക്ട് ഇലക്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. ഈ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഇലക്ഷൻ സെലക്ട് ചെയ്യാം. അപ്പോൾ HS 2024 അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അത് സെലക്ട് ആയിട്ടുണ്ട്. ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇലക്ഷൻ സെലക്ട് ആയിട്ടുണ്ട്. അപ്പോൾ മറ്റുള്ള എല്ലാ ബട്ടൺസും അല്ലെങ്കിൽ മെനു ആക്റ്റീവ് ആയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് പോൾ സ്റ്റാർട്ട് ചെയ്യുക എന്നതാണ്. അപ്പോൾ സ്റ്റാർട്ട് പോൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ പാസ്വേഡ് ചോദിക്കും. ഇപ്പോൾ ക്യാപിറ്റൽ ലെറ്റർ HS _2024 കൊടുക്കുന്നു. അത് നിങ്ങൾക്ക് നാളെ പാസ്വേഡ് നൽകുന്നതാണ്. അതിനുശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ബാലറ്റ് യൂണിറ്റ് ഓപ്പണായി വന്നിട്ടുണ്ടാവും. ഇത് നമ്മുടെ ലാപ്ടോപ്പിലാണ് വന്നിട്ടുണ്ടാവുക. ഇത് വോട്ടിംഗ് കമ്പാർട്ട്മെൻറ്റിലാണ് ഉണ്ടാവുക. ഇതിലാണ് കുട്ടികൾ വോട്ട് രേഖപ്പെടുത്തേണ്ടത്. ഒന്നാമത്തെ കുട്ടിയെ നമ്മളുടെ വെരിഫിക്കേഷൻ എല്ലാം കഴിഞ്ഞ ശേഷം വോട്ടിംഗ് കമ്പാർട്ട്മെൻറ്റിലേക്ക് അയക്കുന്നതിന് തൊട്ട് മുമ്പേ മാത്രമേ ഇത് പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. കാരണം ഇപ്പോൾ ഈ ബട്ടൺസ് എല്ലാം ആക്റ്റീവാണ്. ഇപ്പോൾ ക്ലിക്ക് ചെയ്താൽ ഇത് വോട്ടായിട്ട് മാറും. അതുകൊണ്ട് ഒന്നാമത്തെ കുട്ടിയെ നമ്മൾ മറ്റ് പ്രോസസ്സ് എല്ലാം കഴിഞ്ഞ ശേഷം വോട്ടിംഗ് കമ്പാർട്ട്മെൻറ്റിലേക്ക് അയക്കുന്നതിന് തൊട്ട് മുമ്പ് ഇത് ആക്റ്റീവാക്കുക. ആക്റ്റീവാക്കുക എന്ന് പറഞ്ഞാൽ പോൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ കുട്ടികൾ അവരുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് രേഖപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഏത് സ്ഥാനാർത്ഥിക്കാണോ വോട്ട് ചെയ്യേണ്ടത് ആ സ്ഥാനാർത്ഥിക്ക് നേരെയുള്ള ബട്ടൺ ഒരു ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യാം. അപ്പോൾ മൗസ് ഉപയോഗിച്ച് ഒന്ന് ക്ലിക്ക് ചെയ്താൽ അത് സെലക്ട് ആവും. അപ്പോൾ ഈ കുട്ടി ഇത് വേണ്ടതെന്ന് വെച്ചാൽ രണ്ടാമതാണ് വേണ്ടതെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് സെലക്ട് ആവും. അപ്പോൾ ആർക്കാണ് നമ്മൾ വോട്ട് ചെയ്യുന്നത് ആ കുട്ടികൾ അത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ സെലക്റ്റായി. ഒന്നും കൂടെ നമ്മുടെ മൗസ് ഉപയോഗിച്ച് കുട്ടികൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു ബീപ്പ് സൗണ്ട് നമുക്ക് കേൾക്കാൻ കഴിയും. ആ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു എന്നതാണ് അത് സൂചിപ്പിക്കുന്നത്. ഇനി അടുത്ത കുട്ടിയെ വോട്ട് ചെയ്യണമെങ്കിൽ ഈ ഒരു ബട്ടൺ ആക്റ്റീവാക്കി മാറ്റേണ്ടതുണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങളുടെ മൊബൈലിലെ KD കണക്റ്റ് ഉപയോഗിച്ച് ലാപ്ടോപ്പുമായിട്ട് കണക്റ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അവിടെയുള്ള എൻ്റർ കീ അമർത്തുക. അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ കണക്റ്റ് ചെയ്തിരിക്കുന്ന എക്സ്റ്റേണൽ കീബോർഡിലെ എൻ്റർ കീ അമർത്തുന്നു. ഓക്കെ, അപ്പോൾ ഇത് പിന്നെയും ആക്റ്റീവായിട്ടുണ്ട്. കുട്ടികൾ അടുത്ത കുട്ടി വരുന്നു. അവർക്ക് രേഖപ്പെടുത്തേണ്ട സ്ഥാനാർത്ഥിക്ക് നേരെ വോട്ട് രേഖപ്പെടുത്തുന്നു. ഇങ്ങനെ എല്ലാ കുട്ടികളും വോട്ട് രേഖപ്പെടുത്തിയതിന് ശേഷം വോട്ട് കൗണ്ട് ചെയ്യാൻ വേണ്ടി നമ്മളുടെ ലാപ്ടോപ്പിലെ ടാബ് കീ കാണാം. ഇടതുഭാഗത്ത് മുകളിൽ കാണാം ടാബ്. ആ കീ ഒന്ന് അമർത്തിക്കഴിഞ്ഞാൽ അവിടെ പാസ്വേഡ് ചോദിക്കും. അപ്പോൾ നേരത്തെ കൊടുത്തിരിക്കുന്ന പാസ്വേഡ് ഇവിടെയും ടൈപ്പ് ചെയ്യുക. ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. കുറച്ച് നേരം കാത്തു നിന്നാൽ ആ റിസൾട്ട് ഇവിടെ ഓപ്പണായിട്ട് വരും. ഇത്രയാണ് ഈ വോട്ടിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇതിൽ നിന്ന്
നമ്മളുടെ കുട്ടികൾ കിട്ടിയ വോട്ട് രേഖപ്പെടുത്താനുള്ള പേപ്പർ നിങ്ങൾ വോട്ടിംഗ് ഇലക്ഷൻ മെറ്റീരിയൽസിൻ്റെ കൂടെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അത് രേഖപ്പെടുത്തുന്നു. അത് തിരിച്ച് ലാബിൽ ഏൽപ്പിക്കുക. ഇതോടെ നമ്മൾ ഈ ഒരു വോട്ടിംഗ് പ്രോസസ്സ് അവസാനിക്കുകയാണ്.